എല്ലാവർക്കും ASAPന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവോത്ഥാന നായകന്മാരും അവരുടെ വിശേഷണങ്ങളും. നമ്മൾ ഒരു ക്ലാസ്സിൽ നവോത്ഥാന നായകന്മാരെ കുറിച്ച് അവരുടെ ജനിച്ച വർഷങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നവോത്ഥാന നായകന്മാരും അവർക്കുള്ള വിശേഷണങ്ങളുമാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ. കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് നമ്മൾ പറഞ്ഞത് കാലത്തിനു മുൻപേ നടന്ന നവോത്ഥാന നായകൻ. അതുപോലെ കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെട്ടതും ഇദ്ദേഹത്തെ തന്നെയാണ്. കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വിദ്യാധിരാജ എന്ന വിശേഷണം നൽകിയിരിക്കുന്നത് ചട്ടമ്പി സ്വാമികൾക്കാണ്. ഈ ചട്ടമ്പി സ്വാമികളെ വിദ്യാധിരാജ എന്ന് വിശേഷിപ്പിച്ചത് എട്ടര യോഗമാണ്. എട്ടര യോഗമാണ് ചട്ടമ്പി സ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന വിശേഷണം നൽകിയത്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾക്ക് ഉള്ള മറ്റൊരു പേരാണ് ഷൺമുഖദാസൻ. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾക്ക് ഷൺമുഖദാസൻ എന്ന പേര് നൽകിയിരിക്കുന്നത് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ നൽകിയ പേരാണ് ഷൺമുഖദാസൻ. അപ്പോൾ വിദ്യാധിരാജ, ഷൺമുഖദാസൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മലയാള മനോരമയാണ്. നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന വിശേഷണവും ഇദ്ദേഹത്തിനുണ്ട്. അത് വിശേഷിപ്പിച്ചത് മലയാള മനോരമ. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ അയ്യങ്കാളി. അയ്യങ്കാളിയാണ് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അല്ലേ, ഞങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവസരം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് മുളപ്പിക്കും എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അദ്ദേഹത്തെയാണ് നമ്മൾ വിശേഷിപ്പിച്ചത് ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. നിരീശ്വരവാദികളുടെ ഗുരു. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടു. അതുപോലെ തന്നെ പുരുഷ സിംഹം എന്നും ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. പുരുഷ സിംഹം എന്നും ആരറിയപ്പെട്ടു? ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെട്ടു. ആലത്തൂർ മുനി എന്നറിയപ്പെട്ടതും ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂർ സിദ്ധമുനി എന്ന പേരിലും ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെട്ടു. മലബാറിലെ നാരായണ ഗുരു. മലബാറിലെ നാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനെ വിശേഷിപ്പിച്ചത് മലബാറിലെ നാരായണ ഗുരു. അതുപോലെ ബാലഗുരു എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മലബാറായിരുന്നു. ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനെയാണ് ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തെ അതേപോലെ തന്നെ നമ്മുടെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു, മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ.
ഇദ്ദേഹം ആരംഭിച്ചൊരു മാസികയുമുണ്ട് ഇതേ പേരിൽ തന്നെ. കേരളൻ എന്ന പേരിൽ ഇദ്ദേഹം ഒരു മാസികയും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാവിയിൽ കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടാകും, അതുപോലെ അതിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാകും എന്ന് പ്രവചിച്ച ഒരു നവോത്ഥാന നായകനും കൂടിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അതുപോലെ കേരളം എന്ന സംസ്ഥാനം രൂപപ്പെടും, തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒന്നായി ചേർന്നുകൊണ്ട് കേരളം എന്ന സംസ്ഥാനം രൂപപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൾക്ക് നൽകിയ പേരാണ് ഗോമതി. ഗോമതി എന്ന പേര് അദ്ദേഹത്തിൻ്റെ മകൾക്ക് നൽകി. കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ എന്ന പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന് ഭാരത കേസരി പട്ടം നൽകി ആദരിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി പട്ടം നൽകി ആദരിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന് ഭാരത കേസരി പട്ടം നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1959 മന്നത്ത് പത്മനാഭന് ഭാരത കേസരി പട്ടം നൽകിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നവോത്ഥാന നായകന്മാരും അവരുടെ വിശേഷണങ്ങളുമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.